രാവിലെ 9:30 മണിക്ക് ബഹുമാനനായ ഗവർണറുടെ മുമ്പാകെ പ്രോടൈം സ്പീക്കറായി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റു 10 അംഗങ്ങളും കൂടി ആ അവസരത്തിലുണ്ടായിരുന്നു. രാജ്ഭവനിലെയും നിയമസഭാ സെക്രട്ടേറിയറ്റിലെയും സെക്രട്ടറിമാരടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെല്ലാം ഉണ്ടായിരുന്നു. മികച്ച ഓർഗനൈസേഷനായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാജ്ഭവനിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് സഹായത്തോടുകൂടി സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഗവർണറുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും അവിടെ വന്ന മന്ത്രിമാരുമായുമൊക്കെ ഔദ്യോഗികമായ പല കാര്യങ്ങളും സംസാരിക്കുകയും കുശലപ്രശ്നം നടത്തുകയും ചെയ്തു. അഴിമതിയില്ലാത്ത അതിശക്തമായ ഒരു വികസന സൽഭരണം നടത്തുമെന്നാണ് ബഹുമുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മുതിർന്ന നേതാവും ആഭ്യന്തരമന്ത്രിയും എൻ്റെ അയൽക്കാരനുമായ വളരെ പരിചയസമ്പന്നനായ രമേശ് ചെന്നിത്തലയുമായും അവിടെ വെച്ച് സംസാരിക്കുകയുണ്ടായി. ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി നിയമസഭാ സെക്രട്ടേറിയറ്റിലെത്തി പ്രോടൈം സ്പീക്കർ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ചേംബറിൽ എത്തുകയും അവിടെ അരമണിക്കൂറിലേറെ സമയം ചെലവഴിക്കുകയും ചെയ്തു. സ്നേഹനിർഭരമായ സ്വീകരണമാണ് നിയമസഭാ സെക്രട്ടറി അടക്കമുള്ള നിയമസഭാ സെക്രട്ടറിയുടെ ജീവനക്കാരിൽ ലഭിച്ചത്. ഞാൻ മുമ്പ് 2 തവണ മന്ത്രിയും 20 വർഷത്തോടെ MLA ആയിരുന്നപ്പോൾ അന്നിവിടെ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരെയും ഞാൻ ഇന്നിവിടെ കാണുകയുണ്ടായി. ഏതായാലും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കാൻ ഓരോ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കാകെയും നിയമസഭയ്ക്കും എല്ലാം കഴിയട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത്. അതിലെൻ്റെ പങ്ക് ഞാൻ മുമ്പ് 2 തവണ മിനിസ്റ്ററായപ്പോഴും 2 തവണ MLA ആയി മാത്രം ഇരുന്നപ്പോഴും ഞാൻ എൻ്റെ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. നിയമസഭയിലെ പ്രസംഗങ്ങളും ഇടപെടലും ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഒരിക്കലും നിയമസഭയെ അക്രമത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു രംഗമായി ഞാൻ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി മാറ്റിയിട്ടില്ല. അതിലെനിക്ക് അഭിമാനമുണ്ട്. നിയമനിർമ്മാണത്തിൻ്റെ കേരളത്തിലെ അത്യുന്നത വേദിയാണ്. ജനങ്ങളുടെ ആകെ പ്രതീക്ഷ ഇവിടെയാണ്. അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കാം, ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം. പക്ഷേ അതിലൊക്കെ ഉപരിയായി ജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുകയും സേവനങ്ങളെപ്പറ്റി സംസാരിക്കുകയും പുതിയ പുതിയ മാനങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ ഉയർത്താനുള്ള അഭിപ്രായ പ്രകടനം നടത്തുകയുമാണ് വേണ്ടത്. ഈ പാർലമെൻ്റ് ഡെമോക്രസി എങ്കിലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഏകാധിപത്യത്തിലേക്ക് വഴുതി വീണപ്പോൾ, ജനാധിപത്യം ഉപേക്ഷിച്ച് ഏകാധിപത്യത്തിലേക്ക് വഴുതി വീണപ്പോൾ 76 വർഷങ്ങളായി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്ത് ഏറ്റവും പ്രബുദ്ധമായ കേരള സംസ്ഥാനത്തിലെ നിയമസഭ അന്തസ്സോടെ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ സംസ്കാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിജയവും പുതിയ മന്ത്രിസഭയ്ക്കും പുതിയ നിയമസഭയ്ക്കും പ്രോടൈം സ്പീക്കർ എന്നുള്ള തരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. MLA മാർക്ക് നാളെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള ഒരു അവസരവും എനിക്ക് കൈവന്നു. അതും ജീവിതത്തിലെ ഒരു സുവർണ്ണ നിമിഷമായിട്ട് ഞാൻ കരുതുകയാണ്. എല്ലാവർക്കും അഭിവാദനങ്ങൾ.